പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജോബ് റിസൈൻ ചെയ്യുന്നുണ്ട് എന്ന്. ലക്ഷങ്ങളാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം. ഇപ്പൊ ഒരു ബിസിനസ് വുമൺ ആവണ്ട. ആ വീഡിയോ ആണ് എനിക്ക് ഇപ്പോഴും ഇൻസ്പിറേഷൻ എന്നുള്ളത്. പലവട്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് വേണോ വേണോ വേണോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്തിട്ട് കുറച്ച് അധികം നാളായി എന്നറിയാം. ലാസ്റ്റ് ഒരു വീഡിയോ എടുത്തത് ലക്കിയുടെ വീഡിയോ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വന്നിട്ടില്ല. തംബ്നെയില് ഞാൻ കൊടുത്തേക്കുന്ന ഹെഡിങ് കാണുമ്പോൾ അറിയാം എന്താണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന്. ശരിക്കും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോബ് റിസൈൻ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരുപാട് പേര് എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു, ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്തു. എന്ത് ചേച്ചി പെട്ടെന്ന് ജോബ് റിസൈൻ ചെയ്തത്, പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ അതോ യൂട്യൂബിൽ നിന്ന് വലിയ എമൗണ്ട് വന്നത് കൊണ്ടാണോ എന്നൊക്കെ. അപ്പൊ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, എനിക്ക് വലിയ എമൗണ്ട് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുണ്ടോ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ലക്ഷങ്ങളാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, അങ്ങനെയൊക്കെ വിചാരിച്ച് ഇരിക്കുന്നവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ജോബ് റിസൈൻ ചെയ്ത് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷനും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മെയിനായിട്ട് ഞാൻ ഞാൻ ജോബ് റിസൈൻ ചെയ്യുക എന്നുള്ളത് എന്നേ എടുത്ത തീരുമാനമാണെന്നറിയാമോ. പക്ഷേ അതങ്ങ് പ്രാബല്യത്തിൽ വരാത്തതിന് കാരണം നമുക്ക് കുറേ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ ബാധ്യതകളുടെയൊക്കെ വലിയ ലിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് വേണ്ട പോട്ടെ, എങ്ങനെയെങ്കിലും പോട്ടെ, തട്ടിയും മുട്ടിയും പോട്ടെ എന്നൊക്കെ വിചാരിച്ച് മുമ്പോട്ട് പോയത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 28-നാണ് ജോബ് റിസൈൻ ചെയ്ത് ഇറങ്ങുന്നത്. പക്ഷെ അതൊക്കെ മുന്നേ ഞാൻ ജോബ് റിസൈൻ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. ഒരു 5 മാസം മുമ്പൊക്കെ ജോബ് റിസൈൻ ചെയ്യാം, യൂട്യൂബ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന ഒരാളാണ്. യൂട്യൂബ് പിന്നെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ ഒരു റവന്യൂ കിട്ടിയിട്ടില്ല. ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട്, ഒരുപാട് വരുമാനം ഉണ്ടോ, എത്ര രൂപ വരുമാനമാണ് വരുന്നത്, എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നൊക്കെ ചോദിക്കും, മാസാമാസം കിട്ടുന്നുണ്ടോ എന്നൊക്കെ. ഞാൻ ഇടുന്ന വീഡിയോസ് നോക്കുമ്പോൾ അറിയാം വ്യൂസ് വളരെ കുറവാണ്, ഷോർട്സിനാണെങ്കിലും. അപ്പം 40K സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു എമൗണ്ട് കിട്ടത്തില്ല. അത് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ലിസ്റ്റ് മാത്രമാണ്, അല്ലാതെ നമുക്ക് അതിന് ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല. ഞാനൊരു ഏണിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയത്. പക്ഷേ ഇതിപ്പോൾ 2 വർഷത്തോളം 2 കൂടുതൽ വർഷത്തോളം ആവാറായി. പക്ഷേ എനിക്ക് യൂട്യൂബിൽ ഫസ്റ്റ് റവന്യൂ കിട്ടിയിട്ടില്ല. മോണിറ്റൈസ് ആയിട്ട് ഒരു വർഷം ഫെബ്രുവരി മാർച്ചിലൊക്കെ മോണിറ്റൈസ് ആയതെന്ന് തോന്നുന്നു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് എന്നിട്ട് എനിക്ക് എമൗണ്ട് കിട്ടിയിട്ടില്ല. അതിന് കാര്യം എന്താണെന്ന് പറയുക, എൻ്റെ വ്യൂസ് കുറവായതുകൊണ്ടാണ്. നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. അതുകൊണ്ട് ഒന്നാമത്തെ റീസൺ എന്തായാലും യൂട്യൂബിൽ നിന്ന് കൊട്ടക്കണക്കിന് കിട്ടുന്നത് കൊണ്ടല്ല ഞാൻ ജോബ് റിസൈൻ ചെയ്തത്. ഞാൻ 5 മാസം മുമ്പ് ജോബ് റിസൈൻ ചെയ്യട്ടാ എന്ന് ചോദിച്ചിട്ട് യൂട്യൂബിൽ സജീവമായിട്ട്, മീഡിയാസിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ടീം കുഞ്ഞുപുഴുവിൽ എന്നെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് അബദ്ധം കാണിക്കരുത് ഗംഗ. പേഴ്സണലി ചേച്ചിക്ക് എന്നെ അറിയാം, എനിക്ക് ചേച്ചി അറിയാം. അപ്പം അത് വിചാരിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കിട്ടിയാൽ തന്നെയും നമ്മൾ അത് വിശ്വസിച്ച് ജോബ് റിസൈൻ ചെയ്യരുത്. ഗ്രോത്ത് കുറവാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രോത്ത് കുറവാണ്. അതിന് കാരണം ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതെന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ജോബിന് പോകണം, രാവിലെ തൊട്ട് സലൂണിൽ പോവുക, അവിടെ വർക്കുകൾ കാണും, മേക്കപ്പ് കാര്യങ്ങൾ കാണും, വീട്ടിലെ കാര്യങ്ങൾ കാണും. എല്ലാം കൂടെ എന്നെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പല കാരണങ്ങളും കൊണ്ട്, ഒരു കാരണമൊന്നുമല്ല, പല കാരണങ്ങളും കൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ടൈമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ എനിക്ക് യൂട്യൂബ് വളരെയധികം ബാധിച്ച് നിൽക്കുന്ന ഒരു ടൈം കൂടിയായിരുന്നു. അപ്പൊ ചേച്ചി പറയും അങ്ങനെ ചെയ്യരുത്, ജോബ് ഒരു സൈഡിൽ കൊണ്ടുപോവുക, യൂട്യൂബ് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് 5 മാസം മുമ്പ്, അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തീരുമാനമെടുത്തു ജോബ് റിസൈൻ ചെയ്യാം. അതിന് കാരണവും യൂട്യൂബ് അല്ല, ദയവേത് അങ്ങനെ വിശ്വസിക്കരുത്. യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏണിങ്സ് കിട്ടിയിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്ന കാര്യം അതാണ്. ഞാൻ പിന്നെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒന്നാമത്തെ കാര്യം എൻ്റെ ഫീൽഡ് ഈ മേക്കപ്പ്, ബ്യൂട്ടീഷ്യൻ, സലൂൺ ഇതൊക്കെ തന്നെയാണ്. എനിക്ക് അത് വിട്ടിട്ട് ഒരു ലോകം ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ്.
രണ്ടെന്ന് പറയുന്നത് നമ്മൾ സ്റ്റാഫായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഫാമിലി ഫുള്ള് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മോനൂട്ടനെ പ്രഗ്നന്റ് ആയി ഇരിക്കവേ തന്നെ 7 മാസത്തോളം ഞാൻ ജോലിക്ക് പോയ ഒരു വ്യക്തിയാണ്. 7ാം മാസമാണ് ജോബ് റിസൈൻ ചെയ്തത്. അന്ന് പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മോനൂട്ടനൊക്കെ വന്നതിന് ശേഷം, വസൂട്ടൻ വന്നതിന് ശേഷം 1.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പോഴും ഒരു സലൂണ് തട്ടിക്കുട്ടി ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷേ സലൂണ് ഒരു ഷോപ്പ് എടുത്തു, എൻ്റെ പണിയൊന്നും തുടങ്ങിയില്ല. ഷോപ്പൊക്കെ എടുത്ത് അഡ്വാൻസും കൊടുത്ത് എഗ്രിമെൻറ്റും എഴുതി. പക്ഷേ എനിക്ക് ആ ഷോപ്പ് നടത്തിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ പണി തുടങ്ങാൻ പോലും പറ്റിയിരുന്നില്ല. പിന്നെ ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് വേണ്ട, ഇപ്പോൾ ഒരു ബിസിനസ് വുമൺ ആവണ്ട, ഞാൻ അന്ന് വട്ടപൂജ്യത്തിൽ നിൽക്കുന്നു, ഇല്ല വേണ്ട എന്ന് വിചാരിച്ച് ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എഗ്രിമെൻറ്റ് പിൻവലിച്ചു, കീ തിരിച്ചു കൊടുത്തു. ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ കീ തിരിച്ചു കൊടുത്തത്. എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു വിഷമം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കൂടി പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ഞാൻ ആശിച്ചെടുത്ത ഒരു ഷോപ്പായിരുന്നു. അതെനിക്ക് പണി കഴിപ്പിക്കാൻ കൂടി പറ്റിയില്ല. പണി കഴിപ്പിച്ചിട്ട് അതിൽ ഒരു വർക്ക് എടുക്കാൻ പറ്റിയില്ല, ഒന്നിനും പറ്റില്ല. വാങ്ങിക്കുക, തിരിച്ചു കൊടുക്കുക, അത്ര മാത്രമേ നടന്നുള്ളൂ. ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അന്ന് അത്രയും പ്രശ്നത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നീട് ഒരു വസുവിൻ്റെ 5 വയസ്സായി. ഇത് സംഭവം നടക്കുന്നത് 1.25 വയസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ ഞാൻ അതിനുശേഷം ഒരു ജോബിന് കയറി. അപ്പോൾ വിചാരിച്ച് ജോലിക്ക് ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സലൂൺ ഇടാൻ കൂടി പറ്റത്തില്ല. അത്രത്തോളം പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും. എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പലതവണയും ഞാൻ ആ വീഡിയോയെ കുറിച്ച് പറയാറുണ്ട്. കാരണം അന്നത്തെ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു മാനസികാവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് എനിക്ക് ഇപ്പോഴും ഇൻസ്പിറേഷൻ എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് എനിക്ക് സലൂൺ ഇടാനൊന്നും പറ്റിയില്ല. ഇപ്പം കറൻലിയും എനിക്ക് സിറ്റുവേഷൻ അതേപോലെയൊക്കെ തന്നെയാണ്. ഒരു എന്താ കടലിൻ്റെ തിരമാല കണക്ക് പോകും പോലെയാണ് എൻ്റെ കാര്യങ്ങൾ. ഒന്ന് പൊങ്ങുമെങ്കിൽ ഒന്ന് താഴും, അതേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ, ഭയങ്കര വലുതൊന്നുമല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒരു ചെറിയ, എന്നെ കൊണ്ട് പറ്റും രീതിയിലുള്ള ഒരു കുഞ്ഞ് സലൂണ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു ആശയം വന്നത് തന്നെ ഒരു 10-15 ദിവസത്തെ ആശയം, അത്രത്തോളം വരത്തുള്ളൂ. ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സീരിയസ്ലി സ്റ്റിൽ ഇപ്പോഴും പറയുന്നു, ഒരുപാട് ദിവസത്തെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഞാൻ ഫെബ്രുവരി 5-10 അങ്ങാണ്ടാണ് പേജ് 360 വിളിച്ചിട്ട് ഓണറിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ സലൂണിൽ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറയാം. അവർക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു. അപ്പം ഭയങ്കര എല്ലാവർക്കും ഒരു വലിയ വിഷമമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം 1.5 വർഷത്തോളം ഞാൻ ആ സലൂണിലുണ്ടായിരുന്നു. ശരിക്കും അതെൻ്റെ ഷോപ്പ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ലീസിന് നടത്തിയിരുന്നതാണ്, അല്ല ഞാൻ ഓണർഷിപ്പ് അല്ലായിരുന്നു. അങ്ങനെ 1.5 വർഷത്തോളം അവിടെ നിന്നിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടാകുന്ന എനിക്കൊരു വിഷമം ഉണ്ടല്ലോ. എൻ്റെ സ്വന്തം സലൂണൊക്കെ നോക്കിയിട്ട് അത് ഇറങ്ങിയപ്പോൾ അതൊരു വിഷമം തന്നെയായിരുന്നു. ആ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്തെ അത്രയും ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഇറങ്ങാൻ നേരത്തെ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എന്നോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറയുന്നു ഞാനിങ്ങനെ ഷോപ്പ് എടുക്കുന്നു. 10-15 ദിവസത്തെ ഒരു സ്റ്റിൽ ഇന്നത്തെ ദിവസം കൂടി ചേർത്ത് അത്രയേ ഉള്ളൂ. അത്ര ഒരു ദിവസത്തെ പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഷോപ്പ് തട്ടിക്കൂട്ടി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താകും എന്നുള്ളതിന് ആഫ്റ്ററാണ്, എനിക്കറിയത്തില്ല, ഫ്യൂച്ചറാണ്. ഒരുപാട് പേര് ഇപ്പം എൻ്റെ ഒരു കരിയർ അറിയാവുന്ന ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഷോപ്പ് ഇട്ട് തരാം, നീ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളവരവരുണ്ട് കേട്ടോ. പക്ഷെ അന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് കൂടിയാണ്. ഞാൻ പറയുന്നത് പല തടസ്സങ്ങൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഷോപ്പ് ഇട്ട് തരാം, നീ അവിടെ ഇരുന്നാൽ മതി, നിന്റെ ഷോപ്പുകളൊക്കെ നോക്കിയാൽ മതി എന്ന് വരെ പറഞ്ഞ പാർട്ണർഷിപ്പിനൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സലൂണിൽ നിന്നൊക്കെ സ്റ്റാഫുകൾ പിന്നീട് ഇറങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചിരുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ എന്ത് മറിമായോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. വെറും 15 ദിവസം കൊണ്ട് ഒരു പ്ലാനിങ് ഉണ്ടാവുകയും ഒരു കുഞ്ഞ് സലൂണ്, പ്രത്യേകിച്ച് വലിയ ഇൻറ്റീരിയർ വർക്ക് അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത് കേട്ടോ. എനിക്ക് എൻ്റെ ഫീൽഡ് ഇതാണ്. ഞാനപ്പം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കണക്കാണ്. ഞാൻ ഇത് തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നെനിക്കൊരു തോന്നൽ വന്നു. ഇനി ഏത് കാലത്താണ് ഞാൻ ഒരു സലൂൺ
ഇടുക എന്നൊക്കെ യൂണിസെക്സ് സലൂണൊക്കെ ആയിരുന്നു പ്ലാനല്ല. പക്ഷെ പ്ലാനുകളെല്ലാം തകിടം പറയുകയാണ് ചെയ്തത്. ലേഡീസിൻ്റെ മാത്രം പാർലറായിട്ടാണ് ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ കാരണം യൂട്യൂബിൽ നിന്നുള്ള ലക്ഷ്യങ്ങളല്ല വരുമാനം, അതല്ല റീസൺ. ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം വേണം എന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. പിന്നെ എനിക്ക് ഫാമിലി ഇതിൻ്റെ കൂട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നത് ഞാൻ ജോബിന് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്ക് വലിയ ടാസ്ക് ആയിരുന്നു. എന്നാൽ പിന്നെ ഇപ്പോൾ ചോദിക്കും ഇപ്പോൾ സ്വന്തമായിട്ട് ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുമോന്ന്. ഇല്ല, നമുക്ക് കുഞ്ഞിനെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് നമ്മളെ ഷോപ്പല്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ സത്യം പറയാൻ ഇതൊരു ആഗ്രഹമാണ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ ഇടാൻ നേരത്ത് ഇല്ല ഗംഗ നിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നീ ഇട്ടാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലിരിക്കാനേ അല്ലെങ്കിൽ ഒരിടത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കൂലിക്ക് നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അതിൽ നിന്ന് ഞാനൊരു പുറത്തോട്ട് വരത്തില്ല. അപ്പം എൻ്റെ ഒരു തീരുമാനത്തിൻ്റെയും ശരിക്കും എൻ്റെ മാത്രം ഞാനിങ്ങനെ എന്നോട് പറയുന്നത് ഏട്ടനും ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. പലവട്ടം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് വേണോ 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 എന്നിട്ട് സ്റ്റിൽ നമ്മൾ കടങ്ങൾ, എനിക്ക് ഭയങ്കര ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം കടങ്ങൾ തീർത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പം ഒരുവിധമൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഷോപ്പ് ഉണ്ടെങ്കിലേ തീരുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതല്ലാതെ നമുക്ക് ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എന്നെ കൊണ്ട് എന്തിനു പറ്റും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഇപ്പോഴും എന്നെ തിരിച്ചറിയുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് അറിയുകൂടാതെ എന്നെ തിരിച്ചറിയുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ എങ്ങും എത്തത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും എത്തിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ സീറോയാണ്, ഞാൻ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഞാനൊന്ന് ചിന്തിച്ച് ഞാനൊന്ന് എടുത്തൊരു ഡിസിഷനാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു 2025 ഞാൻ അന്നത്തെ ഒരു എൻ്റെ ന്യൂ ഇയർ എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചല്ലോ, പാസ്റ്റ് പ്രസന്റും ഒക്കെ. 2025 കുറേ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വലിയൊരു തീരുമാനമാണ് ഇത്. എത്രത്തോളം സക്സസ് ആവും, എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു സലൂൺ വേണം എന്നുള്ളത്. അപ്പം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ജോബ് റിസൈൻ ചെയ്യാനുള്ള കാരണമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ യൂട്യൂബ് തുടങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ചേച്ചി എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യൂട്യൂബ് നല്ലത് തന്നെയാണ്, പക്ഷേ കള്ളത്തരം കാണിക്കാന്ന് വിചാരിക്കേണ്ട. യൂട്യൂബ് പൊക്കും. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോസ് ഡെയിലി ഇപ്പം നന്നായിട്ട് കയറി വരണം എന്നുള്ളവർ ഡെയിലി വീഡിയോസ് ഉണ്ട്. എൻ്റെ അനിയത്തിയൊക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പം അവൾ ഇച്ചിരി ഡിമ്മായി. അപ്പോഴത്തേക്കും ഞാൻ പറയും നീ ഇങ്ങനെ വീഡിയോസ് ഇട്ട് എന്തിന് ചെയ്യാൻ പറ്റാനാണ്, നീ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്. ഇപ്പം ആൾ ഇച്ചിരി വീഡിയോസ് ഇടുന്നതിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം വീഡിയോസ് ഇടുന്നതിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും കയറി പറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം. എന്നെക്കൊണ്ട് അത് 3/4% നടക്കുന്നുള്ളൂ. ബാക്കി 1/4% ഞാൻ ഇപ്പോഴും ഇഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലർ പറയും എങ്കിൽ പിന്നെ യൂട്യൂബ് ഡ്രോപ്പ് ചെയ്തൂടെ, എന്തിന് ടൈം വേസ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കും. നാളൊരു സമയത്തെ എനിക്ക് ഇപ്പം 40K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നാളൊരു സമയത്ത് എനിക്കൊരു യൂട്യൂബ് വേണം, അല്ലെങ്കിൽ അന്ന് ഞാൻ എന്തിന് ഡ്രോപ്പ് ചെയ്ത് എന്നൊക്കെ ഉള്ള ഒരു സങ്കടം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അതാണ് ആലോചിക്കണേ. ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച് അപ്പൊ നാളൊരു സമയത്ത് യൂട്യൂബ് അന്ന് എന്തിനു ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞ് ഞാൻ അന്നേ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ ആകാൻ പറ്റിയേനെ എന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ഇതുവരെയും ഞാൻ ഡ്രോപ്പ് ചെയ്യാത്തത്. പല പ്രശ്നങ്ങൾ വന്നിട്ടും ഡ്രോപ്പ് ചെയ്യാത്തത്. പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പല സൈഡിൽ നിന്ന് ഒരു നമ്മളിടുന്ന വീഡിയോസിൻ്റെ വാലും തുമ്പും മാത്രം കണ്ടിട്ട് വന്ന് ഒരുപാട് പേര് ജഡ്ജ് ചെയ്യുന്നവരുണ്ട്. ആ വീഡിയോസ് ഡിലീറ്റ് ആക്കണം എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അതെൻ്റെ വീഡിയോസാണ്, ഞാൻ എന്ത് ഇടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞു, ഇവരെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെയൊക്കെ അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 15-20 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ തീരത്തില്ല കേട്ടോ. അപ്പം അതൊക്കെ പോട്ടെ, അതൊക്കെ കുറേ നെഗറ്റീവ്സാണ്. നമ്മൾ നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡേ അങ്ങ് പോകും. അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. അപ്പം ഇതാണ് എൻ്റെ ജോബ് റിസൈൻ ചെയ്യാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്.
അപ്പം സലൂണിലെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു എക്സ്പെക്റ്റേഷൻ ഒരുപാട് നമ്മൾ എന്താണ് സലൂൺ ഒരുപാട് നല്ല രീതി അങ്ങനെയൊന്നും അല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഞാനിപ്പോൾ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ഒട്ടും പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നില്ല. പെട്ടെന്നൊക്കെ നമുക്ക് ഫണ്ട് അറേഞ്ച് ചെയ്ത് വരാൻ പാടായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞെങ്കിലും നമ്മൾ ഭയങ്കര സെറ്റപ്പിൽ ഒരു സലൂണാണ് എന്നൊന്നും വിചാരിച്ച് കളയുന്നത് കേട്ടോ. അപ്പം പുതിയ സലൂണിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു പുതിയ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.